വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ തീരാ നോവായി മാറിയിരിക്കുകയാണ് രക്ഷപ്പെട്ട 11 വയസ്സുകാരി മസ്നീൻ. ഉമ്മ അപ്പുറത്തുണ്ട്. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മ എൻ്റെ അടുത്തേക്ക് വരും. ആ 10 വയസ്സുകാരി പൊള്ളാച്ചിയിലെ ആശുപത്രി കിടക്കയിൽ വെച്ച് ഉറ്റവരോട് പറഞ്ഞ വാക്കുകളായിരുന്നു അത്. ഇത് കേട്ടതോടെ അവിടെ കൂടിയവരുടെ എല്ലാം കണ്ണുകൾ ഈറനണിഞ്ഞു. ഉമ്മ ഇനി ഒരിക്കലും വരില്ല എന്ന് എങ്ങനെ ആ സമയത്ത് ആ കുരുന്നിനോട് പറയും? ഇപ്പോഴും അവൾ ഉമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുകയാണ്. ഉമ്മ അവളെ തനിച്ചാക്കി പോയി എന്ന വിവരം ഇതുവരെയും ആ കുരുന്നിനെ അറിയിച്ചിട്ടില്ല. അപകടത്തിൽ മരിച്ച അധ്യാപിക ഷക്കീനയുടെ മകളാണ് മസ്നീൻ. യാത്രയ്ക്കിടെ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചതും വാൽപ്പാറ ചുറ്റിക്കണ്ടതുമൊക്കെ മസ്നീൻ ബന്ധുക്കളോടൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് നിൽക്കുകയല്ലാതെ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആർക്കും സാധിക്കുന്നുമില്ല. വളവ് തിരിയുമ്പോൾ ഡ്രൈവർ എന്ന് ഉറക്കെ പറയുന്നതും നിലവിളിക്കുന്നതും കേട്ടുവെന്നും തുടർന്ന് പറക്കുന്നത് പോലെയാണ് തോന്നിയതെന്നും മസ്നീൻ പറയുന്നു. പിന്നീട് ബോധം നഷ്ടപ്പെട്ട മസ്നീൻ ഉണരുമ്പോൾ പൊള്ളാച്ചി ആശുപത്രിയിലായിരുന്നു. അപകടത്തിൽ കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത് മസ്നീൻ മാത്രമാണ്. മസ്നീനെ പൊള്ളാച്ചിയിൽ നിന്നും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. 9-ാം വളവിലെ ഉണക്കമരത്തിൽ തട്ടി തങ്ങി നിന്നിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന മസ്നീനെ പുറത്തെത്തിച്ചത് രക്ഷാപ്രവർത്തനത്തിന് പാഞ്ഞെത്തിയ ടാക്സി ഡ്രൈവറായിരുന്ന എസ് വിജയ് എന്ന ആളാണ്. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാഹനം ഇന്നലെ വൈകുന്നേരം 5:20-നാണ് വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് മറിയുന്നത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിന്റെ 13-ാം ഹെയർ പിന്നിലെ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9-ാം വളവിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 13 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട വാനിന്റെ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ് അടക്കം 3 പേർ ഗുരുതര പരിക്കുകളോടെ കോയമ്പത്തൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മരണപ്പെട്ട 9 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജന്മനാട്ടിലേക്ക് എത്തിച്ചു. രാവിലെ 9:15-ന് പെരിന്തൽമണ്ണ പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മൃതദേഹങ്ങൾ എത്തി. തുടർന്ന് അവിടെ പൊതുദർശനം നടത്തിയ ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാനായി ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്.